ശാസ്ത്രത്തിന് പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും എത്രത്തോളം അടിസ്ഥാനപരമാണോ അത്രയ്ക്കും അടിസ്ഥാനപരമാണ് ആത്മീയതയിൽ ആ ഉ മ എന്ന 3 മൗലിക ശബ്ദങ്ങൾ. നമുക്കുള്ളിൽ ജാഗ്രതയില്ലാതെ മന്ത്രം ജപിച്ചാൽ അത് നമ്മെ യോഗനിദ്ര അഥവാ ഹിപ്നോട്ടിക് മയക്കമെന്ന അപകടകരമായ കെണിയിലേക്ക് തള്ളിയിടുമെന്ന് വിജ്ഞാന ഭൈരവ തന്ത്രത്തിലൂടെ ശിവഭഗവാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ കെണിയെ മറികടന്ന് ശബ്ദത്തിലൂടെ പരമമായ ശുദ്ധബോധത്തിലേക്ക് എങ്ങനെ പ്രവേശിക്കാം നമുക്ക്? പ്രിയമുള്ളവരെ, ഏവർക്കും ഹൃദയ നമസ്കാരം. വിജ്ഞാൻ ഭൈരവ തന്ത്രം ഭഗവാൻ ശിവൻ പ്രിയതമയായ പാർവതീദേവിക്ക് നൽകിയ 112 ധ്യാന മാർഗങ്ങളുടെ മഹാസമാഹാരം. അതിൽ ശബ്ദത്തിൻ്റെയും നിശബ്ദതയുടെയും പ്രപഞ്ച രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച 39ാമത്തെ വിദ്യയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. സാധാരണയായി നമ്മളൊക്കെ വിചാരിക്കുന്നത് മന്ത്രങ്ങളും പ്രാർത്ഥനകളും ശബ്ദങ്ങളുമെല്ലാം നമ്മുടെ മനസ്സിൽ പുതിയ ചിന്തകളെയും ദൈവ സങ്കല്പങ്ങളെയും നിറയ്ക്കാനുള്ളതാണെന്നാണ്. ഭക്തിയോടെ ദൈവനാമം ഉച്ചരിക്കുമ്പോൾ നമ്മളൊരു രൂപത്തെ മനസ്സിൽ കാണുവാനും ശ്രമിക്കും. എന്നാൽ തന്ത്രശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാട് തികച്ചും വിപ്ലവകരമാണ്. തന്ത്ര പറയുകയാണ്, വാക്കുകളുടെ കോലാഹലങ്ങളിൽ നിന്നും മനസ്സിൻ്റെ ചിന്തകളിൽ നിന്നും ശൂന്യതയുടെ പരമ രഹസ്യത്തിലേക്ക് എടുത്തു ചാടാനുള്ള ഒരു വലിയ ചവിട്ടുപടിയാണ് ശബ്ദമെന്ന്. മന്ത്രങ്ങൾ മനസ്സിനെ നിറയ്ക്കാനല്ല, മറിച്ച് മനസ്സിനെ ഇല്ലാതാക്കാനാണ് തന്ത്രയിൽ ഉപയോഗിക്കുന്നത്. ഈ വിദ്യയിലേക്ക് പോകുന്നതിന് മുൻപ് ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ അതീവ വിസ്മയകരമായ ഒരു പ്രപഞ്ച സത്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ യുക്തിക്ക് ഈ ധ്യാനത്തിൻ്റെ ആഴം മനസ്സിലാകൂ. നമ്മുടെ ഋഷിമാരും ജ്ഞാനികളും വിശ്വസിച്ചിരുന്ന ഒരു കാര്യമുണ്ട്: ഈ പ്രപഞ്ചത്തിൽ ഒന്നിനും തന്നെ അതിൻ്റെ നേർവിപരീതമായ മറ്റൊരു ധ്രുവമില്ലാതെ ഒറ്റയ്ക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്ന്. നിഴലിന് വെളിച്ചത്തെ കൂടാതെ നിലനിൽപ്പില്ല, പകലിന് രാത്രിയെ കൂടാതെ അസ്തിത്വവുമില്ല. പുരുഷനില്ലാതെ സ്ത്രീയോ സ്ത്രീയില്ലാതെ പുരുഷനോ ഇല്ല. നമ്മൾ ചിന്തിക്കുന്ന എന്തിൻ്റെയും അവസ്ഥ ഇതുതന്നെയാണ്. ഒരു നാണയത്തിന് എപ്പോഴും 2 വശങ്ങൾ ഉണ്ടായിരിക്കണം. പണ്ട് തത്വചിന്തകർ മാത്രം പറഞ്ഞിരുന്ന ഈ കാര്യം ഇന്ന് ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ തെളിയിക്കപ്പെട്ട വലിയൊരു സിദ്ധാന്തമാണ്. ശാസ്ത്രം ഇന്ന് വളരെ വിചിത്രമായ ചില ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം സമയം എപ്പോഴും ഭൂതകാലത്തിൽ നിന്ന് ഭാവി കാലത്തിലേക്ക് മാത്രമാണ് നീങ്ങുന്നത്. എന്നാൽ ക്വാണ്ടം ഫിസിക്സ് പറയുന്നത് സമയം ഭൂതത്തിൽ നിന്ന് ഭാവിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ ഭാവിയിൽ നിന്ന് ഭൂതത്തിലേക്ക് നീങ്ങുന്ന ഒരു പ്രതിസമയം, ആൻറ്റി ടൈം, പ്രപഞ്ചത്തിലെവിടെയോ ഉണ്ടായിരിക്കണമെന്നാണ്. കേൾക്കുമ്പോൾ ഇത് യുക്തിരഹിതമെന്ന് തോന്നാം, പക്ഷേ അസ്തിത്വം നമ്മുടെ യുക്തിക്കുമപ്പുറം വിസ്മയകരമായാണ് നിലകൊള്ളുന്നത്. ഈ സമയം പോലെ തന്നെയാണ് ഭൗതിക പദാർത്ഥങ്ങളുടെ കാര്യവും. ഈ പ്രപഞ്ചത്തിൽ ഭൗതിക ദ്രവ്യം അഥവാ മാറ്റർ നിലനിൽക്കുന്നതിനാൽ അതിനെ സമതുലിതമാക്കാൻ ഒരു പ്രതിദ്രവ്യം, ആൻറ്റി മാറ്റർ, ഇവിടെ എവിടെയോ നിലനിൽക്കുന്നുണ്ടെന്ന് ശാസ്ത്രം ഉറപ്പിച്ചു പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ദ്രവ്യമെന്നത്? ദ്രവ്യമെന്നത് ഒരു ഘനത്വമാണ്, അതായത് ഡെൻസിറ്റിയാണ്. ഉദാഹരണത്തിന്, എൻ്റെ കയ്യിലിവിടെ ഒരു കല്ലുണ്ടെന്ന് കരുതിയാൽ അതിനു ചുറ്റും ഒഴിഞ്ഞൊരു സ്ഥലമുണ്ട്, ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിലെ ദ്രവ്യത്തിൻ്റെ ഘനത്വമാണ് ആ കല്ല്. അങ്ങനെയെങ്കിൽ പ്രതിദ്രവ്യം എന്നത് സ്പേസിലുള്ള ഒരു ദ്വാരം മാത്രമായിരിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഈ ദ്വാരം എന്ന് വെച്ചാൽ പൂർണ്ണമായ ഒരഭാവം അഥവാ ഒന്നിൻ്റെ കുറവെന്നാണ് അർത്ഥമാക്കേണ്ടത്. എൻ്റെ കയ്യിലൊരു കല്ലിരിക്കുമ്പോൾ
പ്രപഞ്ചത്തിൻ്റെ ഏതോ ഒരു കോണിൽ ആ കല്ലിൻ്റെ കൃത്യമായ അളവിലുള്ള ഒരു ഒഴിവ് അഥവാ ഒരു കുറവ് രൂപപ്പെടുന്നുണ്ട്. ആ കുറവിനെയാണ് ശാസ്ത്രം സ്പേസിലെ ദ്വാരം എന്ന് വിളിക്കുന്നത്. കല്ലൊരു ഭാഗത്ത് നിറയുമ്പോൾ മറുഭാഗത്ത് അതിൻ്റെ ഒഴിവ് ഉണ്ടാകുന്നുണ്ട്. ദ്രവ്യത്തിൻ്റെ നില ശക്തമാക്കാൻ, അതിനെ ബാലൻസ് ചെയ്യാൻ പ്രതിദ്രവ്യം അവിടെ ഉണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ, നമ്മളിന്ന് ഇവിടെ ഈ ശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ, നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ശിവന്റെ ഈ ധ്യാന സൂത്രങ്ങൾ മുഴുവൻ ഈ പ്രതിഭാസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. പ്രപഞ്ചത്തിൽ ശബ്ദം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ നിശബ്ദതയുണ്ടെങ്കിൽ മാത്രമേ ശബ്ദത്തിന് നിലനിൽക്കാൻ കഴിയൂ എന്ന് തന്ത്രം പറയുന്നു. അല്ലാത്ത പക്ഷം ശബ്ദം അസാധ്യമായിരിക്കും. വാസ്തവത്തിൽ നിശബ്ദത എന്നത് വെറുമൊരു ശൂന്യതയല്ല, അത് പ്രതിശബ്ദമാണ്. അതിനാൽ എവിടെയെല്ലാം ശബ്ദമുണ്ടോ അതിന് തൊട്ടുപുറകിൽ ഒരു നിശബ്ദതയുമുണ്ട്. അത് ഒരേ നാണയത്തിൻ്റെ മറുപുറമാണ്. അതുകൊണ്ട് ഓം എന്നുച്ചരിക്കുമ്പോൾ നമ്മളത് കൂടുതൽ കൂടുതൽ ആഴത്തിൽ ഉച്ചരിക്കും തോറും അതിൻ്റെ തൊട്ടരികെ, അതിന് തൊട്ടുപിറകിൽ ആ പ്രതിഭാസമായ ശബ്ദമില്ലായ്മ അവിടെ രൂപപ്പെടുന്നുണ്ട്. അതിനാൽ നിശബ്ദതയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു വിദ്യയായി, വാക്കുകൾക്കപ്പുറത്തേക്ക് പോകുന്നതിനായി നമുക്കൊരു വാക്കിനെ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ധ്യാനത്തിലേക്ക് നീങ്ങും. ധ്യാനം എന്നത് മനസ്സില്ലാതാകുന്ന ഒരവസ്ഥയാണ്. മനസ്സ് വാക്കുകളെ കൊണ്ടും ചിന്തകളെ കൊണ്ടും നിറഞ്ഞതാണല്ലോ. അതിന് തൊട്ടപ്പുറത്ത് തന്നെ അതിൻ്റെ മറ്റേ അറ്റമായ നിർമ്മലത്വവുമുണ്ട്. മഹാനായ ജോർജ് ഗുർജീഫിൻ്റെ വിപ്ലവകരമായ ലോ ഓഫ് 3 അഥവാ 3ന്റെ നിയമം ശിവന്റെ ഈ വിദ്യയെ ശാസ്ത്രീയമായി മനസ്സിലാക്കാൻ നമ്മെ ഏറെ സഹായിക്കും. ഗുർജീഫ് പറയുന്നത്, ഈ പ്രപഞ്ചത്തിൻ്റെ ഏതൊരു പ്രക്രിയയും നടക്കണമെങ്കിൽ, ഏതൊരു സൃഷ്ടിയും ഉണ്ടാകണമെങ്കിൽ 3 ശക്തികൾ ഒത്തുചേരണമെന്നാണ്. ഒന്നാമത്തേത് പോസിറ്റീവ് ശക്തിയാണ്. ഇത് മുന്നോട്ട് നയിക്കുന്ന, പ്രയത്നിക്കുന്ന ശക്തിയാണ്. രണ്ടാമത്തേത് നെഗറ്റീവ് ശക്തി. ഇത് തടസ്സപ്പെടുത്തുന്ന, എതിർക്കുന്ന ശക്തിയാണ്. ഭൂരിഭാഗം ആളുകളും വിചാരിക്കുന്നത് ഈ 2 ശക്തികൾ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കുമെന്നാണ്. എന്നാൽ ഗുർജീഫ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ 2 ശക്തികൾ മാത്രം ഉണ്ടാകുമ്പോൾ അവിടെ ഒരു സംഘർഷം മാത്രമേ ഉണ്ടാകൂ എന്നാണ്. അവ തമ്മിൽ യുദ്ധം നടക്കും, പക്ഷെ പുതിയതൊന്നും ജനിക്കില്ല. അവിടെയാണ് മൂന്നാമതൊരു ശക്തിയുടെ ആവശ്യകത ഏറി വരുന്നത്. മൂന്നാമത്തേത് നിഷ്പക്ഷമായ ശക്തിയാണ്. ഈ 2 വിപരീത ശക്തികളെയും ഒന്നിപ്പിക്കുന്ന, അവയെ സമന്വയിപ്പിക്കുന്ന മൂന്നാമതൊരു ഘടകം കൂടി ഉണ്ടായിരിക്കണം. ഇത് പലപ്പോഴും അദൃശ്യമായിരിക്കും. ഈ 3 ശക്തികളും ഒന്നിച്ചു ചേരുമ്പോൾ മാത്രമേ ഒരു രാസപ്രവർത്തനം പോലെ പുതിയൊരു തലം, പുതിയൊരു സൃഷ്ടി ഈ പ്രപഞ്ചത്തിൽ രൂപപ്പെടുകയുള്ളൂ. ഇനി നമുക്ക് ആത്മീയതയുടെ പരമോന്നത ശബ്ദമായ ഓംകാരത്തിലേക്ക് വരാം. ഓം എന്നത് വെറുമൊരു അക്ഷരമല്ല, അതൊരു ശാസ്ത്രീയ സമവാക്യമാണ്. അത് ആ, ഉ, മ എന്ന 3 മൗലിക അക്ഷരങ്ങൾ ചേർന്നതാണ്. ആധുനിക ശാസ്ത്രം ഒരു ആറ്റത്തെക്കുറിച്ച് പറയുമ്പോഴും ഇതേ 3ന്റെ നിയമം തന്നെയാണ് പറയുന്നത്. ഒരു ആറ്റത്തിന്റെ കേന്ദ്രത്തിൽ 3 പ്രധാന കണികകളുണ്ട്: പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. പോസിറ്റീവ് ചാർജുള്ള കണികയായ പ്രോട്ടോൺ ആകാരത്തിന് സമാനമാണ്, അതായത് സൃഷ്ടിയുടെ തുടക്കം. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ഊകാരത്തിന് സമാനമാണ്, നിലനിർത്തലും ചലനവും. യാതൊരു ചാർജുമില്ലാത്ത ന്യൂട്രോൺ എന്ന നിഷ്പക്ഷമായ കണിക മാകാരത്തിന് സമാനമാണ്, അത് ലയനമാണ്. ഈ ന്യൂട്രോൺ ഇല്ലെങ്കിൽ പ്രോട്ടോണും ഇലക്ട്രോണും തമ്മിൽ ആകർഷിച്ച് തകർന്നു പോകുമായിരുന്നു. സത്യത്തിൽ ആറ്റത്തെ നിലനിർത്തുന്നത് ആ ന്യൂട്രൽ കണികയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും ഈ പ്രപഞ്ചവും. ആ, ഊ, മാ എന്നീ 3 അവസ്ഥകൾ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. മന്ത്രശാസ്ത്രപ്രകാരം ഓം എന്നതിന് 4മതൊരു ഭാഗം കൂടിയുണ്ട്. അതിനെ അർദ്ധമാത്ര എന്നാണ് വിളിക്കുന്നത്.
നമ്മൾ ഓം എന്ന് ജപിച്ചു കഴിഞ്ഞ് ചുണ്ടുകൾ അടയ്ക്കുമ്പോൾ അവശേഷിക്കുന്ന ആ നീണ്ട നിശബ്ദതയാണ്, ആ കമ്പനമാണ് അർദ്ധമാത്ര. തന്ത്രശാസ്ത്രത്തിൽ ഇതാണ് തുരീയം, അല്ലെങ്കിൽ നാലാമത്തെ അവസ്ഥ. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥകൾക്കും അപ്പുറമുള്ള സാക്ഷിഭാവം. ഈ ശാസ്ത്രം നമ്മോട് പറയുന്നത് നിങ്ങൾ ശബ്ദത്തെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തിന്റെ ഭൗതിക തലത്തിലാണെന്നാണ്. എന്നാൽ ശബ്ദം അവസാനിക്കുന്ന ആ അർദ്ധമാത്രയിലേക്ക്, ആ ശൂന്യതയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഗുരുജീഫ് പറഞ്ഞ ആ നിഷ്ഫല ശക്തിയിലേക്കും ശിവൻ പറഞ്ഞ പരമ ശിവത്വത്തിലേക്കും ഉണരും. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളെപ്പോഴും പോസിറ്റീവ് നെഗറ്റീവ് ചിന്തകളുടെ സംഘർഷത്തിലാണ്. എനിക്കിത് വേണമെന്ന് മനസ്സ് പറയുമ്പോൾ അത് നടക്കില്ലെന്ന് ഭയം പറയും. ഇവിടെ നമ്മൾ ഈ 2 ധ്രുവങ്ങളിൽ മാറി മാറി ജീവിച്ച് ക്ഷീണിക്കുകയാണ്. എന്നാൽ ഈ 2 ചിന്തകൾക്കുമിടയിലുള്ള, അല്ലെങ്കിൽ ഈ ചിന്തകൾ അവസാനിക്കുന്ന ആ നിശബ്ദതയുടെ അർദ്ധമാത്രയിലേക്ക് നോക്കാൻ പഠിച്ചാൽ മനസ്സിന്റെ സംഘർഷം അവിടെ പൂർണ്ണമായും അവസാനിക്കും. ചിന്തകൾ എന്നത് ശബ്ദമാണ്, ധ്യാനം എന്നത് പ്രതിശബ്ദമാണ്. ഈ തത്വചിന്തകളൊക്കെ കേൾക്കാൻ നല്ല സുഖമാണ്. ശാസ്ത്രീയമായ സമവാക്യങ്ങൾ നമ്മുടെ ബുദ്ധിയെ തൃപ്തിപ്പെടുത്തിയേക്കാം. എന്നാൽ അനുഭവത്തിൽ വരാത്ത ഒരു ജ്ഞാനവും ആത്മീയതയിൽ വിലപ്പോവില്ല. വിജ്ഞാൻ ഭൈരവതന്ത്രം എന്നത് സിദ്ധാന്തങ്ങളുടെ ഒരു ഗ്രന്ഥമല്ല, മറിച്ചത് അനുഭവങ്ങളുടെ ശാസ്ത്രമാണ്. ഇവിടെ ശിവഭഗവാൻ ദേവിയോട് പറയുകയാണ്, ഒരു ശബ്ദത്തെ ഓം എന്നതുപോലെ പതുക്കെ ജപിക്കുക. ആ ശബ്ദം അതിൻ്റെ പൂരിതമായ അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നതോടൊപ്പം നിങ്ങളും പ്രവേശിക്കുകയെന്ന്. ഈ ഒരു വിദ്യയ്ക്ക് പിന്നിൽ ഒരു സാധകൻ കടന്നു പോകേണ്ട അതീവ കൃത്യതയുള്ള 4 ആന്തരിക ഘട്ടങ്ങളുണ്ട്. അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 1-ാം ഘട്ടം എന്നത് ബോധപൂർവമായ ഉച്ചാരണമാണ്. ഈ പരിശീലനത്തിനായി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ശാന്തമായ ഒരിടത്ത് നട്ടെല്ല് നേരെയാക്കി ഇരിക്കുക എന്നതാണ്. പതുക്കെ കണ്ണുകളടച്ച് ശരീരം പൂർണ്ണമായും അയച്ചുവിടണം. ശേഷം ഓം എന്ന് പതുക്കെ വളരെ ആഴത്തിൽ ജപിക്കാൻ തുടങ്ങണം. എന്നാൽ ഒന്നിവിടെ ശ്രദ്ധിക്കണം, ആരാധനാലയങ്ങളിൽ നമ്മൾ യാന്ത്രികമായി ചെയ്യുന്നത് പോലെയല്ല ഇത് ചെയ്യേണ്ടത്. ചുണ്ടുകൾ കൊണ്ട് മന്ത്രം ഉരുടുമ്പോൾ മനസ്സ് മറ്റെവിടെയെങ്കിലും അലയുകയാണെങ്കിൽ അതിനെ ജപമെന്ന് വിളിക്കാൻ കഴിയില്ല. ഇവിടെ നമ്മൾ ഉച്ചരിക്കുന്ന ആ ശബ്ദം മാത്രമായിരിക്കണം നമ്മുടെ പ്രപഞ്ചം. ആ ശബ്ദം നമുക്കുള്ളിലുണ്ടാക്കുന്ന ഓരോ കമ്പനങ്ങളെയും പൂർണ്ണമായ ബോധത്തോടെ ശ്രദ്ധിക്കണം. ആ എന്ന ശബ്ദം ഉയരുമ്പോൾ നമ്മുടെ നാഭിയിലുണ്ടാകുന്ന ചലനത്തെ അറിയണം. ഊ എന്ന ശബ്ദത്തിലേക്ക് മാറുമ്പോൾ അത് നമ്മുടെ ഹൃദയ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കമ്പനത്തെ അറിയണം. മാ എന്ന് പറഞ്ഞ് ചുണ്ടുകൾ പൂട്ടുമ്പോൾ ആ ശബ്ദം നമ്മുടെ ശിരസിലേക്ക് പ്രവേശിച്ച് അവിടെ അലയടിക്കുന്നത് അനുഭവിക്കണം. ഇവിടെ നമ്മുടെ ശ്രദ്ധയും ശബ്ദവും ഒരേ രേഖയിലായി മാറും. 2-ാം ഘട്ടത്തിൽ നമ്മൾ പൂർണ്ണ ശ്രദ്ധയോടെ ജപിച്ച് മുന്നോട്ട് പോകുമ്പോൾ ശബ്ദം അതിൻ്റെ പരമാവധി ആഴത്തിലും തീവ്രതയിലും എത്തുന്ന ഒരു നിമിഷമുണ്ട്. ഇതിനെ ശിവൻ പൂരിതാവസ്ഥ എന്ന് വിളിക്കും. ഇത് ശബ്ദത്തിൻ്റെ കൊടുമുടിയാണ്. ഈ ഘട്ടത്തിൽ വിസ്മയകരമായ ഒരു മാറ്റം സംഭവിക്കും. അതുവരെ ഞാൻ മന്ത്രം ജപിക്കുന്നു, ഞാൻ ശബ്ദത്തെ കേൾക്കുന്നു എന്നൊരു അകലം നമുക്കിടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ അവസ്ഥയിൽ നമ്മൾ വെറുമൊരു ജപവാനല്ല, മറിച്ചവിടെ ശബ്ദം വേറെ നമ്മൾ വേറെ എന്ന അവസ്ഥ ഇല്ലാതാകും. നമ്മൾ തന്നെ ആ നാദമായി മാറുന്ന അവസ്ഥയാണത്. 3-ാം ഘട്ടം എന്നത് ഈ ധ്യാനത്തിൻ്റെ പരമ രഹസ്യമാണ്. ശ്രദ്ധയോടെ ഇത് മനസ്സിലാക്കുക. ഓം എന്ന് ജപിച്ച് ആ ശബ്ദം പതുക്കെ പതുക്കെ കുറഞ്ഞു വന്ന് ഒടുവിലത് പൂർണ്ണമായും ഇല്ലാതാകുന്ന ഒരു കൃത്യമായ ബിന്ദുവിലെത്തും. ശബ്ദം അവസാനിക്കുന്ന ആ കൃത്യമായ നിമിഷത്തിൽ അവിടെ പെട്ടെന്ന് ഒരു വലിയ നിശബ്ദത ജനിക്കും. നമ്മൾ മുൻപ് പറഞ്ഞ ആ അർദ്ധമാത്ര അഥവാ പ്രതിശബ്ദം വെളിപ്പെടുന്നത് ഈ നിമിഷത്തിലാണ്. ഒരു കല്ല് മാറ്റുമ്പോൾ അവിടെ ഒരു കുഴി രൂപപ്പെടുന്നത് പോലെ ശബ്ദം മാറുമ്പോൾ അവിടെ വലിയൊരു ആന്തരിക ശൂന്യത വെളിപ്പെടും.
ശബ്ദം നിലയ്ക്കുന്ന ആ കൃത്യമായ സെക്കൻഡിൽ നമ്മുടെ ശ്രദ്ധയെ പെട്ടെന്ന് ആ നിശബ്ദതയിലേക്ക് തിരിക്കണം. ശബ്ദമില്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന ആ ശൂന്യതയെ, ആ ഒന്നുമില്ലായ്മയെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ബോധം പെട്ടെന്നൊരു വലിയ ആന്തരിക വിപ്ലവത്തിന് സാക്ഷ്യം വഹിക്കും. ഒരു വിമാനത്തിൽ നിന്ന് പാരച്യൂട്ടില്ലാതെ ആകാശത്തിലേക്ക് എടുത്തു ചാടുന്നത് പോലെയാണ് ശബ്ദത്തിൽ നിന്ന് ആ നിശബ്ദതയുടെ ശൂന്യതയിലേക്ക് നമ്മൾ ചാടുന്നത്. 4-ാം ഘട്ടത്തിൽ ശബ്ദം പൂർണ്ണമായും പോയി കഴിഞ്ഞിരിക്കും. ശബ്ദം പോകുന്നതോടെ നമുക്കുള്ളിൽ ചിന്തകളുമില്ലാതാകും. കാരണം ചിന്തകൾ എന്നത് സൂക്ഷ്മമായ ഒരു തരം ബാഹ്യ ആന്തരിക ശബ്ദങ്ങളാണ്. ബാഹ്യമായ ശബ്ദം പൂർണ്ണമായി നിശ്ചലമായപ്പോൾ ആന്തരികമായ ചിന്തകളും അതിൻ്റെ കൂടെ ലയിച്ചു പോകും. ഇപ്പോൾ ആ നിശബ്ദതയെ അറിഞ്ഞുകൊണ്ട് അവിടെ വെറും ഒരു സാക്ഷിയായി ഇരിക്കുകയാണ് നമ്മൾ. ശബ്ദം അതിൻ്റെ പൂരിതാവസ്ഥയിൽ എത്തിയില്ലാതായതുപോലെ നമ്മുടെ ബോധവും ഇപ്പോൾ അതിൻ്റെ പൂരിതമായ ശുദ്ധാവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ ചിന്തകളില്ലാതെ, രൂപങ്ങളില്ലാതെ വെറുതെ അറിവായി മാത്രം കുറച്ചു സമയം തുടരണം. ഇതാണ് യഥാർത്ഥ ധ്യാനം. ഈ വിദ്യയിലൂടെ ശിവൻ നമ്മെ പഠിപ്പിക്കുന്നത് വാക്കുകളെ എങ്ങനെ വാക്കുകളില്ലാത്ത അവസ്ഥയിലേക്ക് പോകാനുള്ള ചവിട്ടുപടിയാക്കാം എന്നാണ്. മനസ്സില്ലാതാകുമ്പോൾ അവശേഷിക്കുന്നത് എന്തോ അതാണ് ദൈവികത, അതാണ് ശിവത്വം. എന്നാൽ ഈ രീതിയിൽ ശബ്ദം കുറച്ചു കൊണ്ടുവരുമ്പോൾ നമ്മൾ നേരിടുന്ന ചില വലിയ വെല്ലുവിളികളുണ്ട്. നമ്മളിവിടെ മന്ത്രത്തിന്റെ ശബ്ദം പതുക്കെ പതുക്കെ കുറച്ചു കൊണ്ടുവരുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഒരു ശബ്ദം എത്രത്തോളം സാവധാനത്തിലും സൂക്ഷ്മമായി മാറുന്നുവോ അതിനെ ഉള്ളിൽ അനുഭവിക്കാൻ അത്രത്തോളം തീവ്രമായ ഒരു ബോധം നമുക്ക് ആവശ്യമാണ്. തന്ത്രശാസ്ത്രം പറയുന്നത് ഒരു മന്ത്രം പൂർണ്ണമാകണമെങ്കിൽ ആ ശബ്ദം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലണമെന്നാണ്. പരുപരുത്തതും ബഹളമയമായ ശബ്ദങ്ങൾക്ക് നമ്മുടെ ചെവികളിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്നല്ലാതെ നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ അതിന് കഴിയില്ല. കാരണം ഹൃദയത്തിലേക്കുള്ള വഴി വളരെയധികം ഇടുങ്ങിയതാണ്. ഹൃദയം അത്രയ്ക്കും ലോലമാണ്. വളരെ സാവധാനത്തിലുള്ള താളാത്മകവുമായ സൂക്ഷ്മമായ ശബ്ദങ്ങൾക്ക് മാത്രമേ അവിടേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കുകയുള്ളൂ. ഇത് ഹോമിയോപ്പതി മരുന്നുകളുടെ സിദ്ധാന്തം പോലെയാണ്. ഹോമിയോപ്പതിയിൽ മരുന്നിൻ്റെ അളവ് കുറയും തോറും അതിൻ്റെ വീര്യം കൂടുകയും അത് മനുഷ്യ ശരീരത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്യും. അതുപോലെയാണ് നാദശാസ്ത്രവും. ശബ്ദം എത്രത്തോളം നേർത്തതും ചെറുതുമാകുന്നുവോ അത്രത്തോളം അത് ആത്മാവിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലും. എന്നാൽ ഈ സൂക്ഷ്മതയിലേക്ക് പോകുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ മനഃശാസ്ത്രപരമായ വെല്ലുവിളി എന്തെന്നാൽ, ഉള്ളിലൊരു ശബ്ദത്തെ മാത്രം ആവർത്തിച്ച് ജപിക്കുമ്പോൾ അതൊരു ചാക്രികമായ ആവർത്തനം സൃഷ്ടിക്കും. ആ ആവർത്തനം സ്വാഭാവികമായും നമുക്കുള്ളിലൊരു വിരസതയെ ഉണ്ടാക്കും. വിരസത എന്നത് ഉറക്കത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ്. ഇവിടെ ഭഗവാൻ ശിവൻ നൽകുന്ന മുന്നറിയിപ്പ് എന്തെന്നാൽ, ഉള്ളിൽ ജാഗ്രതയില്ലാതെ യാന്ത്രികമായി മന്ത്രം ജപിച്ചാൽ അത് നമ്മെ യോഗനിദ്ര അഥവാ ഹിപ്നോട്ടിക് മയത്തിലേക്ക് തള്ളിയിടുമെന്നാണ്. യോഗനിദ്ര എന്നാൽ ഒരു സാധാരണ മനുഷ്യന് പ്രകൃതിയാൽ ലഭിക്കുന്ന ഉറക്കമല്ല. ഇത് മനസ്സിൻ്റെ വിരസതയിലൂടെ പ്രത്യേകം ഉണ്ടാക്കപ്പെട്ട ഒരുതരം ആത്മീയ നിദ്രയാണ്. ഗ്രീക്കുകാർ ഇതിനെ ഹിപ്നോസ് എന്ന് വിളിച്ചു. ഈ യോഗനിദ്രയുടെ ഏറ്റവും വലിയ അപകടം, ഈ നിദ്രയിലേക്ക് വഴുതി വീഴുമ്പോൾ നമ്മുടെ അബോധ മനസ്സ് ശക്തമായ മിഥ്യാധാരണകളും മായാക്കാഴ്ചകളും സൃഷ്ടിക്കാൻ തുടങ്ങും. ഈ അവസ്ഥയിൽ ഉണ്ടാകുന്ന ദർശനങ്ങൾ ബാഹ്യജീവിതത്തെക്കാൾ കൂടുതൽ ജീവനുള്ളതും വർണ്ണശബളവുമായിരിക്കും. ഈ മയക്കത്തിൽ വീഴുന്നവർ ദൈവങ്ങളെപ്പോലും നേരിട്ട് കാണും. നമ്മൾ വിചാരിക്കും ഇത് ഈശ്വര ദർശനമാണെന്ന്. എന്നാൽ വാസ്തവത്തിൽ അത് അബോധ മനസ്സിൻ്റെ ആഴത്തിലുള്ള വിശ്വാസങ്ങളിൽ നിന്നും കണ്ടീഷനിങ്ങളിൽ നിന്നും രൂപപ്പെടുന്ന മിഥ്യാദർശനം മാത്രമാണ്. പക്ഷേ അത് അത്രയ്ക്കും ജീവസുറ്റതായതുകൊണ്ട് അത് അവാസ്തവമാണെന്ന് ഈ ലോകത്ത് ആർക്കും അവരെ ബോധ്യപ്പെടുത്തുവാൻ കഴിയില്ല. മുഴുവൻ ജീവിതവും മായയാണെന്ന് അവർ സമ്മതിച്ചേക്കാം. പക്ഷേ യോഗനിദ്രയിൽ കണ്ടത് പരമമായ സത്യമാണെന്ന് അവർ ഉറച്ചു വിശ്വസിക്കും. അത്രയ്ക്കും അത് ഒരു കാന്തം പോലെ അവരെ അത് വശീകരിച്ചു കളയും. സാധാരണ ഉറക്കത്തിൽ നമ്മുടെ യുക്തിവിചാരം ചെയ്യുന്ന ബോധമനസ്സ് പൂർണ്ണമായും ഉറങ്ങുന്നില്ല. അത് ഒരു നിരീക്ഷകനായി നമുക്ക് കാവലുണ്ട്.
അതുകൊണ്ടാണ് ചിലപ്പോൾ സ്വപ്നങ്ങളിൽ പോലും ഇതൊരു സ്വപ്നമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. എന്നാൽ യോഗനിദ്രയിൽ സംഭവിക്കുന്നത് ആന്തരികമായി നമ്മെ നിരീക്ഷിക്കുന്ന ബോധമനസ്സ് പൂർണ്ണമായി ഉറങ്ങിപ്പോകുകയാണ്. അവിടെ നമുക്ക് വിശ്വസിക്കാൻ മാത്രമേ കഴിയൂ, ചോദ്യം ചെയ്യാൻ കഴിയില്ല. മന്ത്രോച്ചാരണം ഒരു സെൽഫ് ഹിപ്നോസിസായി മാറി നിങ്ങളെ ചതിക്കരുത്. ഇതിനെ മറികടക്കാൻ ശിവഭഗവാൻ നൽകുന്ന പരമമായ താക്കോൽ മന്ത്രം ജപിക്കുമ്പോൾ തന്നെ ആന്തരികമായത് കേൾക്കണമെന്നാണ്. നിങ്ങൾ ഉള്ളിൽ ഉച്ചരിക്കണം, ഒപ്പം തന്നെ ജാഗ്രതയോടെ അതിനെ ശ്രവിക്കുകയും വേണം. രണ്ടും ഒരേ സമയം സംഭവിക്കണം. നമ്മൾ അതിനെ ബോധപൂർവം ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വെറും ഒരു താരാട്ടുപാട്ടായി മാറി നമ്മളെ യോഗനിദ്രയിലേക്ക് തള്ളിയിടും. ഈ വിദ്യയിൽ ഒരേ സമയം രണ്ട് കാര്യങ്ങൾ സംഭവിക്കണം. ശബ്ദത്തിന്റെ ഉച്ചശ്രുതിയെ താഴോട്ട് താഴ്ത്തി കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ ഉള്ളിലെ ജാഗ്രതയെ മുകളിലേക്ക് ഉയർത്തുകയും വേണം. ശബ്ദം കൂടുതൽ സൂക്ഷ്മമായി തീരുന്തോറും നമ്മൾ കൂടുതൽ ജാഗ്രതയുള്ളവനാകണം. പിന്നെ ഒരു പരമമായ ഘട്ടം വന്നു ചേരും. ആ ശബ്ദം കേന്ദ്രസ്ഥാനത്തെത്തുമ്പോൾ നമുക്കുള്ളിലെ ജാഗ്രത കൊടിമുടിയുടെ അത്യുന്ന ശൃംഗത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കും. അവിടെ വെച്ച് ശബ്ദം പെട്ടെന്ന് അലിഞ്ഞില്ലാതാവുകയും മൂന്നിൻ്റെ ആപേക്ഷിക ലോകം അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഒന്നിൻ്റെ പരമമായ ശുദ്ധബോധത്തിലേക്ക്, പ്രണവനാദത്തിൻ്റെ അതിരുകൾ കടന്ന് വാക്കുകൾക്കപ്പുറമുള്ള ആകാശത്തിലേക്ക് പ്രവേശിക്കും. ആ നിശബ്ദതയിൽ നിങ്ങളുടെ സത്യം തെളിയട്ടെ. സ്നേഹത്തോടെ ദിവ്യബോധം. നന്ദി, നമസ്കാരം.